ബ്രേക്കിംഗ് ന്യൂസ്. കൊടും ക്രിമിനലായ ഗോവിന്ദജാമി ഇന്ന് വെളുപ്പിന് ജയിലിൽ ചാടി 10 മണിയാകുമ്പോഴത്തേക്ക് ആളെ പോലീസ് പിടിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പല സംശയങ്ങളും മാറിയിട്ടില്ല. ചോറ് മാറ്റി ചപ്പാത്തിയാക്കിയപ്പോൾ ആളുടെ വെയിറ്റ് എങ്ങനെ കുറഞ്ഞു? ആൾക്ക് എങ്ങനെ 6 പാക്ക് വന്നു? ആൾ ചെയ്തത് ഹെൽത്തി വേ ആണോ? എന്ത് ഡയറ്റാണ് ഗോവിന്ദജാമി ഫോളോ ചെയ്തത്? ചോറ് മാറ്റി ചപ്പാത്തിയാക്കിലൂടെ പോഷൻ കൺട്രോളിങ്ങിലൂടെ കലോറി ഡെഫിസിറ്റിൽ ആവുകയും അങ്ങനെയാണ് ഗോവിന്ദജാമിക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ കഴിക്കാത്തത് കൊണ്ടോ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ടോ ആൾക്ക് നല്ല രീതിയിൽ ഫാറ്റ് ലോസും മസിൽ ലോസും സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടാണ് ആൾക്ക് 6 പാക്ക് വന്നത്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കുമ്പോൾ ഡയറ്റ് മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയും. പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ കഴിക്കുകയും സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് മസിൽ ലോസ് സംഭവിക്കാൻ ഭയങ്കരമായിട്ട് സ്കിന്നി ആവുകയും അതുമൂലം ഒരുപാട് എനർജി ലോസും സ്ട്രെങ്ത്തും നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോൾ മതിൽ ചാടാനും ഓടാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഡയറ്റ് മാത്രം എടുത്താലും നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, ഫാറ്റ് കുറയ്ക്കാൻ പറ്റും, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും സസ്റ്റൈനബിൾ അല്ല, എനർജറ്റിക് അല്ല. എപ്പോൾ വേണമെങ്കിലും തിരിച്ചകത്തേക്ക് പോകാം. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കിയില്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലെത്താതെ നമ്മൾ തുടങ്ങിയോട് തന്നെ വീണ്ടും തിരിച്ചെത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ഡു ഡയറ്റ് റെസ്പോൺസിബിളി.